കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയ ശേഷവും മെഡിക്കൽ കോളേജ് പരിസരത്ത് നാടകീയ സംഭവങ്ങൾ. മെഡിക്കൽ കോളേജിന് മുന്നിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ചാണ്ടിയുമ്മൻ MLA ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് പ്രതിഷേധിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തംകൊളുത്തി പ്രകടനം നടത്തുന്നതിനിടെയാണ് ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹവുമായി ആംബുലൻസ് വെളിയിലേക്ക് വന്നത്. ഈ സമയം ആംബുലൻസിന് അടുത്തേക്ക് എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് നടപടി ഗുണ്ടായിസമാണെന്ന് ചാണ്ടിയുമ്മൻ MLA ആരോപിച്ചു. പോലീസ് ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത്. അതുകൊണ്ടാണ് കുടുംബത്തിലെ അംഗത്തോട് പോലും മര്യാദ കാണിക്കാതെ പെരുമാറിയത്. ഇത് ശരിയല്ല. അത് സർക്കാർ ഓർത്തു വെച്ചാൽ മതി. ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാകും. മരണപ്പെട്ട ബിന്ദുവിന്റെ മക്കളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും മകൾ നവമിയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുകയും കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും ചാണ്ടിയുമ്മൻ ആവശ്യപ്പെട്ടു. ഈ കുട്ടിയെ ഏറ്റെടുക്കുവാൻ ദത്തെടുക്കുവാൻ സർക്കാർ തയ്യാറാണ്. ഒപ്പം ഈ ശസ്ത്രക്രിയ അതിന് ബില്ല് ചാർജ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. 3,40,000 രൂപ അത് സൗജന്യമായി ചെയ്തു കൊടുക്കുവാൻ സർക്കാർ തയ്യാറാവണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ചാണ്ടിയുമ്മൻ MLAയും കോൺഗ്രസ് നേതാവ് JG പാലക്കലോടിയും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പ്രതിഷേധിച്ചു. അരമണിക്കൂറോളം പോലീസ് സ്റ്റേഷനുള്ളിൽ ഇരുന്ന ശേഷമാണ് ചാണ്ടിയുമ്മൻ പ്രതിഷേധം അവസാനിപ്പിച്ചത്. അമൃത ന്യൂസ്, കോട്ടയം.